തൃശൂർ പൂരത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും പിന്നിൽ നടന്ന ഗൂഢാലോചന പുറത്തു വരണമെന്നും ആവശ്യപ്പെടുകയാണ് CPI നേതാവ് VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കുന്നതിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടുവെന്ന ആരോപണവുമായി PV അൻവർ MLA രംഗത്തെത്തിയതിന് പിന്നാലെയാണ് VS സുനിൽകുമാറിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ LDF-നുള്ളിൽ വിവാദം പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പൂരം അലങ്കോലമായത് യാദൃശ്ചികമല്ല എന്നും പോലീസിന് കൃത്യവിലോപം സംഭവിച്ചിട്ടുണ്ടെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പൂരം വിവാദത്തിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നുവെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല. ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉടൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഒരുപാട് പൂരപ്രേമികളെ വിഷമത്തിലാക്കിയ സംഭവമായിരുന്നു തൃശൂർ പൂര വിവാദം. അതുകൊണ്ട് തന്നെ സത്യം പുറത്തു വരണമെന്നും പൂരം കലക്കിയതിന്റെ ഗുണഭോക്താക്കൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമാണെന്നും അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയ പൂരത്തിൽ ആരാണ് ലൈറ്റ് ഓഫ് ആക്കാനും മേളം നിർത്തിവെക്കാനും വെടിക്കെട്ട് അവസാനിപ്പിക്കാനും പറഞ്ഞതെന്ന് പുറത്തു വരണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരം വിവാദം LDF-ന് തിരിച്ചടിയായെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. തൃശൂർ പൂര ദിവസം പകൽപൂരം നടക്കുമ്പോഴും ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോഴും ഒന്നും BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം പൊടുന്നനെ സുരേഷ് ഗോപി അവിടെ സേവാഭാരതിയുടെ ആംബുലൻസിലെത്തിയത് യാദൃശ്ചികമാണെന്ന് കരുതാൻ വയ്യെന്ന് സുനിൽകുമാർ പറയുന്നു. പ്രതിപക്ഷം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ഡീൽ തൃശൂരിൽ നടന്നതായി സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ധ്വനി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മാത്രമല്ല സുരേഷ് ഗോപിക്കൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള RSS നേതാക്കൾ ഉണ്ടായിരുന്നുവെന്നതും സംശയം വർദ്ധിപ്പിക്കുന്നതായി സുനിൽകുമാർ പറയുന്നു. ഇതിന്റെ എല്ലാം സംശയം നീളുന്നത് CPM-ലേക്കാണ്. ഇത് സംബന്ധിച്ച് CPM നേതാക്കളുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അതിനിടെ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ BJP-ക്ക് വേണ്ടിയായിരുന്നു എന്ന ആരോപണവുമായി K മുരളീധരനും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ADGP MR അജിത് കുമാറിന് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയതെന്നും ഇത് CPM BJP ഡീലാണെന്നും മുരളീധരൻ ആരോപിച്ചു. നിരവധി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും കുടുംബവും കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളികളാണ്. കരുവന്നൂർ സഹകരണ സംഘം തട്ടിപ്പിൽ CPM ED അന്വേഷണത്തെ ഭയക്കുന്നുവെന്നും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് BJP-യെ പ്രീതിപ്പെടുത്താനാണ് CPI-യുടെ സീറ്റ് BJP-ക്ക് നൽകാൻ രഹസ്യ ഡീൽ ഉണ്ടാക്കിയതെന്നും മുരളീധരൻ ആരോപിച്ചു. BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള നാടകത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നും മുരളീധരൻ ആരോപിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ 17-ന് താൻ ഇത് പറഞ്ഞതാണെന്നും കരുവന്നൂർ വിഷയത്തിലടക്കം ഭയന്നായിരുന്നു CPM നീക്കമെന്നും ഈ കേസിൽ പ്രതികൾ CPM-കാരാണെന്നും കേന്ദ്രം അന്വേഷണം നടക്കുകയാണ്. വിഷയം ഒത്തുതീർക്കാനായിരുന്നു സുരേഷ് ഗോപിയെ CPM സഹായിച്ച് വിജയിപ്പിച്ചതെന്നും ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് BJP-യെ സഹായിച്ചതെന്നും പൂരം കലക്കിയ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും മുരളീധരൻ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൂരം കലക്കിയ പശ്ചാത്തലത്തിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഏതായാലും PV അൻവറിന്റെ ആരോപണത്തോടെ ചാരം മൂടിക്കിടക്കുന്ന തൃശൂർ പൂര വിവാദം വീണ്ടും പുകഞ്ഞു തുടങ്ങുകയാണ്.